പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വർഷം വിരമിക്കുമെന്ന് ആവർത്തിച്ച് ഡൽഹി മുഖ്യമന്ത്രിയും ആദ്മി പാർട്ടി തലവനുമായ അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി ആഗ്രഹിക്കുന്നത്. എന്നാൽ BJPയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇതിൽ എതിർപ്പുണ്ടെന്ന് കേജ്രിവാൾ തുറന്നടിച്ചു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ പറഞ്ഞത്. അമിത്ഷായും മറ്റു പലരും പറഞ്ഞിരുന്നു മോദി വിരമിക്കില്ലെന്ന്. അത് വിരമിക്കരുതെന്ന് പ്രധാനമന്ത്രിയോടുള്ള അവരുടെ അഭ്യർത്ഥനയായിരുന്നു. ഇക്കാര്യം മോദി സ്ഥിരീകരിച്ചിട്ടില്ല. ഞാൻ വിരമിക്കില്ലെന്നും ഈ നിയമം എനിക്ക് ബാധകമല്ലെന്നും മോദിജി പറഞ്ഞാൽ അത് വിശ്വസിക്കാം. മറ്റ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും മോദി ഒരക്ഷരം മിണ്ടാത്തതിനർത്ഥം അടുത്ത വർഷം വിരമിക്കുമെന്ന് തന്നെയാണ്. വളരെ വൃത്തികെട്ട ഒരു പിന്തുടർച്ചാവകാശ പോരാട്ടമാണ് BJPക്കുള്ളിൽ നടക്കുന്നത്. രാജ്യം ഏകാധിപത്യത്തിലേക്കാണ് നടന്നു നീങ്ങുന്നതെന്നും കേജ്രിവാൾ ആവർത്തിച്ചു. രാജ്യം വളരെ ദുഷ്കരമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം പതുക്കെ, ഇപ്പോൾ വളരെ വേഗത്തിൽ രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ്. മോദി സർക്കാർ ആദ്യം ഹേമന്ത് സോറനെയും പിന്നെ കേജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തു. കേജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കിയാൽ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന സന്ദേശമാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലൂടെ അവർ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയത്. അതിനാൽ അവരെ പേടിക്കണം. ഇത് ഏകാധിപത്യത്തിൻ്റെ അടയാളങ്ങളാണ്. ഒരു തരത്തിൽ ഇത് സ്വാതന്ത്ര്യ സമരം പോലെയാണ്. ഇന്ന് കേജ്രിവാളിനെ പ്രചോദിപ്പിക്കുന്ന പലരും അന്ന് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞവരാണ്. കേജ്രിവാൾ അഴിമതിക്കാരനായതുകൊണ്ടും മനീഷ് സിസോദിയ തെറ്റ് ചെയ്തതുകൊണ്ടുമല്ല ജയിലിലായത്. രാജ്യത്തെ രക്ഷിക്കാനാണ് കേജ്രിവാൾ ജയിലിൽ പോകുന്നത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ആളുകൾ ദീർഘകാലം ജയിലിൽ കഴിഞ്ഞതുപോലെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ ഞങ്ങൾ ജയിലിലേക്ക് പോകുന്നു എന്നാണ് കേജ്രിവാൾ പറയുന്നത്. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ഒരുക്കമാണെന്ന് കേജ്രിവാൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ സമരത്തിൻ്റെ ഭാഗമാണിത്. മോദിയുടെ അടുത്ത ലക്ഷ്യം പിണറായിയും മമതാ ബാനർജിയുമാണെന്നും കേജ്രിവാൾ ആരോപിച്ചു. താനൊരിക്കലും മുഖ്യമന്ത്രി കസേരയോ പദവിയോ മോഹിച്ചിട്ടില്ലെന്ന് കേജ്രിവാൾ പറയുന്നു. ഇന്ന് ഞാൻ രാജിവെച്ചാൽ നാളെ മമതാ ബാനർജിയുടെയും പിണറായി വിജയൻ്റെയും സർക്കാരുകളെ അവർ താഴെയിറക്കും. BJP എവിടെ തോറ്റാലും മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് സർക്കാരിനെ താഴെയിറക്കാം. ഇതിനെതിരെ പോരാട്ടം നടത്തേണ്ടതുണ്ട്. അവർ ജനാധിപത്യത്തെ ജയിലിലടച്ചാൽ ജനാധിപത്യം ജയിലിൽ നിന്ന് തിരിച്ചു വരുമെന്നും കേജ്രിവാൾ വ്യക്തമാക്കി. കേജ്രിവാൾ പറഞ്ഞത് അങ്ങനെ തമാശയായോ നിസ്സാരമായോ പുച്ഛിച്ചോ തള്ളിക്കളയരുത്. വരാൻ പോകുന്ന അപകടത്തിൻ്റെ മുന്നറിയിപ്പാണ്. കേജ്രിവാൾ പറഞ്ഞതുപോലെ നാളെ നമ്മുടെ സർക്കാരിനെയും താഴെ ഇറക്കാൻ അവർക്ക് സാധിക്കും, അതായത് പിണറായി സർക്കാരിനെ. അങ്ങനെ സംഭവിച്ചാൽ BJPക്ക് ഗുണമൊന്നും കിട്ടില്ലെന്നും ആജീവനാന്തകാലം നഷ്ടമേ ഉള്ളൂവെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്, ആ തിരിച്ചറിവ് കൊണ്ടാണ് അതിന് മുതിരാത്തത്. ഇവിടുത്തെ ശക്തമായ പ്രതിപക്ഷം അവരായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ BJPക്ക് MLA മാരും MP മാരും ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഈ പണി എന്നേ പ്രയോഗിച്ചേനെ. ഒരു സംശയവും വേണ്ട. അതിനാൽ അർഹിക്കുന്ന ഗൗരവം കേജ്രിവാളിൻ്റെ വാക്കുകൾക്ക് കൊടുക്കണം.